സൂപ്പറായിരിക്കും കേട്ടോ, നല്ലതാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ ചക്ക വേവിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ചകിണി എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഈ ഇരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ചകിണിത്തോരനാണ് വെക്കുന്നത്. ഈ ചകിണിത്തോരൻ കൂട്ടിയിട്ടുണ്ടോ നിങ്ങൾ? ഈ ചക്ക തിന്നുന്ന പോലെ ചക്ക തിന്നുന്ന പോലെയല്ല, വേറെ ഒരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി തോരനാണിത്. ഓക്കെ, നമുക്കിത് അരിഞ്ഞെടുക്കാം. നല്ലപോലെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു തോരൻ വെച്ച് നോക്കിക്കേ. നിങ്ങൾ ചക്ക എന്ന് നമ്മൾ വേവിക്കാനായിട്ട് എടുക്കുന്നു, അതെല്ലാം നിങ്ങൾ ഈ ചകിണി എടുത്ത് സൂക്ഷിച്ച് വെക്കാം. അതുപോലെ ടേസ്റ്റുള്ള ഒരു തോരനാണിത്. അപ്പോൾ നമുക്കിന്ന് ചകിണി തോരൻ എടുക്കാം. ഇതെല്ലാം അരിഞ്ഞ് നല്ല സൂപ്പറാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തു, കാന്താരിമുളക് ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം, ഒരെണ്ണം മാറ്റിയേക്കാം. കാന്താരിമുളക്, ചുവന്നുള്ളി, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ആവശ്യമില്ല, എന്നാലും വേണേ വൈറ്റ് പേന ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ പലതവണ ഇത് നല്ല തോരനാണ്, അതുകൊണ്ടാണ്. പിന്നെ ചിലരൊക്കെ ജീരകം ചേർക്കും, നമ്മൾ ജീരകം ഒന്നും ചേർക്കുന്നില്ല. ചുവന്നുള്ളി, തേങ്ങ, കാന്താരിമുളക്, കറിവേപ്പിലയുണ്ട്. അപ്പം ഈ തേങ്ങ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. തോരൻ വെക്കാൻ തുടങ്ങാം. നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ടു, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യാം. പാൻ വെച്ചു, നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവണി അരിഞ്ഞെടുത്തതാണ്. ഒരു സ്വല്പം വേവ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. 7 മിനിറ്റ് ആയി. നല്ലപോലെ വിളഞ്ഞ ചക്കയാണെങ്കിൽ ഈ കളർ വരും ചകിണിക്ക്, വിളഞ്ഞില്ലെങ്കിൽ വെളുത്തിരിക്കും. ചക്കച്ചവണി തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മുടെ ചകിണി തോരനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള നല്ല ഒരു തോരനാണിത്, ചകിണി തോരൻ. ചക്ക ഉണ്ടെങ്കിൽ ചകിണി തോരൻ വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ആ വീഡിയോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആരും ലൈക്കും ചെയ്യുന്നില്ല, കമൻറ്റും ചെയ്യുന്നില്ല. 40,000 പേരൊക്കെ കണ്ട വീഡിയോ, അത് ഒരു 100 പേര് പോലും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നേരത്തെയൊക്കെ എൻ്റെ വീഡിയോ നല്ലപോലെ ലൈക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല, പക്ഷേ വ്യൂവേഴ്സ് കൂടുതൽ ഉണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.